Dear students, our next theorem is Legendre's symbol n by p is a completely multiplicative function of n. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ടതാണ് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ഫോർ ഓൾ എം ആൻഡ് എൻ എന്ന് ഉള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫിനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ലെജൻഡേഴ്സ് സിമ്പിൾ ഈസ് എ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ഓഫ് എൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ പൊസിഷനിലാണ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതായത് എം എൻ ബൈ പി. ഓക്കെ, എഫ് ഓഫ് എം എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. എം എൻ ബൈ പി ഈക്വൽ ടു എം ബൈ പി ഇൻറ്റു എൻ ബൈ പി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് ഫോർ ഓൾ എം ആൻഡ് എൻ. ഇതാണ് നമ്മുടെ ക്ലെയിം. ഇങ്ങനെ കിട്ടിയാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനായി. സോ അവർ ക്ലെയിം ഈസ് എം എൻ ബൈ പി ഈക്വൽ ടു എം ബൈ പി ഇൻറ്റു എൻ ബൈ പി ഫോർ ഓൾ എം ആൻഡ് എൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ലെജൻഡേഴ്സ് സിമ്പലിന് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? 0 + 1 - 1. അപ്പോൾ നമുക്ക് 0 + or -1 എന്ന് പറയുന്ന പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2 കേസായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്യും എം എൻ ബൈ പി ഈക്വൽ ടു 0 എന്ന്. എന്നിട്ട് ഇത് രണ്ടും ഈ ക്ലെയിം നമ്മളവിടെ പ്രൂവ് ചെയ്യും. സെക്കൻഡ് കേസിൽ നമ്മൾ എം എൻ ബൈ പിക്ക് + or -1 എന്നുള്ള വാല്യൂ ഒരുമിച്ച് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? ഈ ക്ലെയിം പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1 എന്താണ്? നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? സപ്പോസ് എം എൻ ബൈ പിയുടെ വാല്യൂ 0 എന്ന് അസ്യൂം ചെയ്യുക. നമുക്കറിയാം എപ്പോഴാണ് ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ 0 വരുന്നത്? എം എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ എം എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് പറഞ്ഞാൽ എം എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി, അഥവാ പി ഡിവൈഡ്സ് എം എൻ. പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് പി ഡിവൈഡ്സ് എം എൻ എന്ന് പറഞ്ഞാൽ പി ഡിവൈഡ്സ് എം ഓർ പി ഡിവൈഡ്സ് എൻ. അതായത് എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി അഥവാ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. അതായത് എം കോൺഗ്രുവൻറ്റ് ടു 0 mod p അല്ലെങ്കിൽ എൻ കോൺഗ്രുവൻറ്റ് ടു 0 mod p. ഏതെങ്കിലും ഒരെണ്ണം ശരിയായിരിക്കും. ഇനി ഇതാണ് ശരിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ബൈ പിയുടെ വാല്യൂ 0 കിട്ടും. ഇനി ഇതാണ് ശരിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻ ബൈ പിയുടെ വാല്യൂ 0 കിട്ടും. എന്തായാലും ഈ 2 ടേമിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കും അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും 0 ആയിരിക്കും. സോ അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരെണ്ണം 0 ആയാൽ തന്നെ പ്രോഡക്റ്റ് 0 ആകും. സോ എം ബൈ പി ഇൻറ്റു എൻ ബൈ പിയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എം എൻ ബൈ പിയുടെ വാല്യൂ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് തന്നെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അങ്ങനെ കേസ് 1 നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. നമ്മളപ്പോൾ +1 ഉം -1 കൂടെ ഒരുമിച്ചാണ് അടുത്തത് ചെയ്യുന്നത്. സപ്പോസ് എം എൻ ബൈ പി ഈക്വൽ ടു + or -1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 അല്ല, + or -1 എന്നല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 0 അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എം എൻ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ വാല്യൂ 0 വരുമ്പോഴാണ് എം എൻ കോൺഗ്രുവൻറ്റ് 0 mod p ആകുന്നത്. ഈ ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ non-0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എം എൻ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന്. അതായത് എം എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. ദാറ്റ് മീൻസ് പി ഡസ് നോട്ട് ഡിവൈഡ് എം എൻ. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. അത് എമ്മിൻ്റെയും എന്നിൻ്റെയും പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രോഡക്റ്റിലെ ഒരൊറ്റ ഫാക്ടേഴ്സിനെ പോലും അത് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? പി ഡസ് നോട്ട് ഡിവൈഡ് എം ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എൻ. ഇവിടെ ആൻഡ് ആണ് കേട്ടോ, ഓറല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ആദ്യം എഴുതിയ കേസിലുണ്ടല്ലോ, പി ഡിവൈഡ്സ് എം എൻ എന്ന് പറഞ്ഞാൽ പി അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ പി ഡസ് നോട്ട് ഡിവൈഡ് എം എൻ എന്ന് പറഞ്ഞാൽ പി എമ്മിനെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല, എന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ വരുന്നത് ആൻഡ് ആണ്. അത് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന കണ്ടീഷൻ പി ഡസ് നോട്ട് ഡിവൈഡ് എം എന്നും പി ഡസ് നോട്ട് ഡിവൈഡ് എൻ എന്നുമാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എം ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്നും അതുപോലെ തന്നെ എൻ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് രണ്ടും നോട്ട് കോൺഗ്രുവൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ എം ബൈ പിയുടെ വാല്യൂ non-0 ആയിരിക്കും. അതായത് അതൊന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1. അതുപോലെ തന്നെ എൻ ബൈ പിയുടെ വാല്യൂ non-0 ആയിരിക്കും. സോ ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1. അപ്പോൾ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള പോസിബിലിറ്റീസ് + or -1 ആണെന്ന് മനസ്സിലായി. ഇനി ഓൾറെഡി നമ്മളൊരു തിയറം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ആ തിയറം?
n by p is congruent to n raised to p minus 1 by 2 mod p എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് mn അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? mn by p is congruent to mn raised to p minus 1 by 2 mod p എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എ ബി റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എം റൈസ് ടു പി മൈനസ് 1 by 2 ഇൻറ്റു എൻ റൈസ് ടു പി മൈനസ് 1 by 2 എന്ന് എഴുതാം. ഇനി ഇതിൽ ഓരോ ഫാക്ടറും എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? എം റൈസ് ടു പി മൈനസ് 1 by 2 എം ബൈ പിയോട് കോൺഗ്രുവൻ്റ് ആണ്. എൻ റൈസ് ടു പി മൈനസ് 1 by 2 എൻ ബൈ പിയോട് കോൺഗ്രുവൻ്റ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് mn by p ഈസ് കോൺഗ്രുവൻ്റ് ടു എം ബൈ പി ഇൻറ്റു എൻ ബൈ പി. പക്ഷെ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ്, അല്ലാതെ കോൺഗ്രുവൻ്റ് ആണെന്നല്ല നമുക്ക് വേണ്ടത്. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് mn by p ഈസ് കോൺഗ്രുവൻ്റ് ടു എം ബൈ പി ഇൻറ്റു എൻ ബൈ പി എൻ എന്നാണ് എൻ ബൈ പി എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ടേമിനെയും ഈ പ്രോഡക്റ്റിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡേഴ്സ് സെയിം ആണ്. രണ്ട് നമ്പേഴ്സ് കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ മീനിങ്. അപ്പോൾ ഈ ടിക്ക് ഇട്ടേക്കുന്ന രണ്ട് ടേമിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ സെയിം ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എടുത്താൽ ആ ഡിഫറൻസിനെ നമുക്ക് പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. കാരണം ഡിഫറൻസ് എടുക്കുമ്പോൾ രണ്ടിൻ്റെ ആ റിമൈൻഡർ സെയിം ആയിട്ടുള്ള റിമൈൻഡർ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് പറയാം? അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പി ഡിവൈഡ്സ് ഈ എയുടെ സ്ഥാനത്ത് ഇത് വരും, ബിയുടെ സ്ഥാനത്ത് ഈ പ്രോഡക്റ്റും വരും. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എം എൻ ബൈ പി മൈനസ് എം ബൈ പി ഇൻറ്റു എൻ ബൈ പി. അപ്പോൾ പി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഈ ഓരോ ടേംസും എടുത്ത് നോക്കിക്കുക. അതായത് എം ബൈ പി, എം എൻ ബൈ പി, എൻ ബൈ പി, ഈ മൂന്ന് ടേമും എടുക്കുക. നമ്മളെങ്ങനെ അസ്യൂം ചെയ്തത്? കേസ് 2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1. ഓൾറെഡി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇതിൻ്റെ വാല്യൂവും പ്ലസ് ഓർ മൈനസ് 1, ഇതിൻ്റെ വാല്യൂവും പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഈ മൂന്ന് ടേമിനുള്ള പോസിബിലിറ്റീസ് പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ഓരോ പോസിബിലിറ്റിയും ഈ ഓരോ ടേമിനും കൊടുത്തു കഴിയുമ്പം നമുക്ക് ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസിന് കിട്ടുന്ന പോസിബിലിറ്റീസ് 0, 2, -2 എന്നായിരിക്കും. അതായത് ഇതിന് പോസിബിലിറ്റീസ് പ്ലസ് ഓർ മൈനസ് 1, ഇതിനും പോസിബിലിറ്റീസ് പ്ലസ് ഓർ മൈനസ് 1, ഇതിനും പോസിബിലിറ്റീസ് പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇതിൽ ഓരോ പോസിബിലിറ്റീസും ഓരോ ടേമിനും കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ -2. അപ്പോൾ ഈ മൂന്ന് പോസിബിലിറ്റീസ് മാത്രമേ നമുക്ക് ഈ ഡിഫറൻസിന് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞ എന്താണ്? പി ഡിവൈഡ്സ് ദിസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് പ്രൈം നമ്പറാണ്. ആ ഓഡ് പ്രൈം നമ്പർ എന്തായാലും 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, -2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പി എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പറിന് ഒരിക്കലും 2നെയും -2നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ പി എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ഈ രണ്ട് പോസിബിലിറ്റി അവിടെ പിന്നെ നിലനിൽക്കുന്നില്ല. സോ ഈ ഡിഫറൻസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഒന്നും കൂടെ വായിച്ച് നോക്കിയാൽ മതി. എല്ലാ സ്റ്റെപ്പുകളും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടി വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.